നമ്മുടെ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ബൈബിൾ വോയിസ് മിനിസ്ട്രിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ആരോട് ചോദിക്കുന്നു? 38 വർഷമായി കുളക്കരയിൽ, ബെഥെസ്ദ കുളക്കരയിൽ കിടക്കുന്ന രോഗിയോട് ചോദിക്കുന്നു. താൻ പറയുന്നു, യജമാനനെ, എനിക്ക് ആയതിൽ എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. ഈ വിഷയത്തില് ഒരു വലിയ അത്ഭുതം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലേ. ബെഥെസ്ദ എന്ന് പറയുന്നതായ ഈ കുളം, ബെഥെസ്ദ എന്ന എബ്രായ ആ വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് കരുണയുടെ ഭവനം എന്നുള്ളതാണ്. കരുണയുടെ ഭവനം അല്ലെങ്കിൽ കൃപയുടെ ഭവനം. ഈ പേരിന്റെ അർത്ഥം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എത്ര വർഷമായിട്ടും കഴിഞ്ഞില്ല. അവിടെ കരുണയുടേതായ യാതൊരു കാര്യങ്ങളും തൻ്റെ നേരെ ഉണ്ടായില്ല. അപ്പോൾ പേര് കൊണ്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചില വലിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങി പല പേരുകൾ, ആ പേരിൽ എന്തോ ഒന്നുമില്ല. ആ പേരിന് അതിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത്, സത്യം പറഞ്ഞ കർത്താവ് പറഞ്ഞ ഒരു വെള്ള തേച്ച ശവക്കല്ലറുകളെ എന്ന് വിളിച്ചു പോയ പോലെ അകത്തെല്ലാം ചീങ്ങി നാർന്ന അനുഭവങ്ങളായിട്ട് എന്ന് നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അപ്പോൾ പേരിന് ഉള്ളതായ ആ പവർ ഒന്നും ഇപ്പൊ ഇല്ല. അത് എവിടെയില്ല. ഈ ബെഥെസ്ദ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ കുളത്തില് തനിക്കത് അനുഭവമായി തീർന്നില്ല. ആ കരുണയുടെ യാതൊരു കരവും തന്റെ നേരെ വന്നില്ല. പക്ഷെ യേശു എന്ന ആ കരുണാസമ്പന്നനായ കർത്താവ് അതിലെ വന്നു. താൻ തന്റെ അടുക്കൽ ചെന്നു. അവൻ ഇങ്ങനെ കിടക്കുന്നത് യേശു കണ്ടു എന്നുള്ളതാണ്. മറ്റു പലരും കണ്ടിട്ടും കാണാതെ പോയപ്പോൾ, വേണ്ടതായ സഹായം ചെയ്യുവാൻ കരുണയില്ലാതെ പോയപ്പോൾ, ഇതാ യേശു കർത്താവ് തന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് താൻ അറിഞ്ഞിട്ട് നിനക്ക് സൗഖ്യമാകും